നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ് സ്വാമി അയ്യപ്പന്റേത്. അതേപോലെ തന്നെ വളരെയധികം വിമർശന വിധേയമായ ഒരു ദേവതാ സങ്കല്പം കൂടിയാണ് സ്വാമി അയ്യപ്പന്റേത്. അദ്ദേഹം എന്താ ആ പ്രത്യേക രീതിയിൽ ഇരിക്കാൻ കാരണം? പലരുടെയും സംശയമാണത്. വീണു പോകാതിരിക്കാനാണോ അരയിലൊരു തുണി വെച്ച് കെട്ടിയിട്ടുണ്ട്? അത് വേറൊരു സംശയം. കൈ പിടിച്ചിരിക്കുന്നത് മൂക്കുപൊടി വലിക്കാനായിട്ട് എടുത്തിരിക്കുകയാണോ എന്ന് വേറൊരു സംശയം. അങ്ങനെ സ്വാമി അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് അനവധി സംശയങ്ങളും ആക്ഷേപങ്ങളും ആൾക്കാർക്കുണ്ട്. അച്ഛനമ്മമാരുടെ കാര്യമോ അതിലേറെ വിചിത്രം. അച്ഛൻ പരമശിവനും അമ്മ മഹാവിഷ്ണുവും. ഇങ്ങനെ ഒരു സങ്കല്പം ഭാരതീയ സംസ്കാരത്തിൽ വേറെ കാണാൻ സാധിക്കുകയില്ല. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ വ്യത്യസ്ത ദേവതകളിലേക്ക് നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ ഇതേപോലെ അരപ്പട്ട കെട്ടിയ മറ്റ് രണ്ട് ദേവതാ സങ്കല്പം കൂടി നമുക്ക് കാണാൻ സാധിക്കും. യോഗ ദക്ഷിണാമൂർത്തിയും യോഗ നരസിംഹവും. യോഗ നരസിംഹം, യോഗ ദക്ഷിണാമൂർത്തി, സ്വാമി അയ്യപ്പൻ, ഇങ്ങനെ മൂന്ന് ദേവതാ സങ്കല്പങ്ങളാണ് ഭാരതത്തിൽ ഈ അരപ്പട്ട കെട്ടി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. യോഗശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ പോയാൽ യോഗ ദക്ഷിണാമൂർത്തി എന്നുള്ള നാമവും യോഗ നരസിംഹം എന്ന നാമവും യോഗത്തിലേക്ക് വിരലു ചൂണ്ടുന്നു. അപ്പോൾ യോഗശാസ്ത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഇതേപോലത്തെ ഒരു ആസനത്തെപ്പറ്റി യോഗശാസ്ത്രത്തിൽ വിവരിക്കുന്നു. യോഗ പട്ടാസനം എന്നാണ് ആ തുണിയുടെ പേര്. അങ്ങനെ ദീർഘകാലം തപസ്സിലിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിശേഷ വിധിയായിട്ടുള്ള ആസനമാണത്. ആ ആസനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ആ തുണി. യോഗ പട്ടാസനമാണ് അത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യോഗശാസ്ത്രത്തിലേക്കാണ് അയ്യപ്പസ്വാമിയുടെ പൊരുളു തേടി പോകേണ്ടത് എന്ന് നമുക്ക് വ്യക്തമാകും. മനുഷ്യ ശരീരത്തിൽ 72,000 നാഡികളുണ്ട് എന്ന് യോഗശാസ്ത്രത്തിൽ കാണാൻ സാധിക്കും. 72,000 നാഡികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് 3 നാഡികൾ, പിംഗള, ഇട, സുഷുമ്ന എന്ന 3 നാഡികൾ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പിംഗള നാഡിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ ഇടാനാഡിയും പ്രവർത്തിക്കുന്നു എന്ന് യോഗശാസ്ത്രം അനുശാസിക്കുന്നു. ഇതിൽ പിംഗള നാഡിയെ യോഗശാസ്ത്രത്തിൽ പരമശിവനെന്നും ഇടാനാഡിയെ മഹാവിഷ്ണുവെന്നും ആണ് വിളിക്കുന്നത്. ഇടാനാഡിയും മഹാവിഷ്ണുവുമായിട്ടുള്ള കണക്ഷൻ വരുന്നത് ഇട എന്ന് പറയുന്ന നാഡിക്ക് ചന്ദ്രനാഡി എന്നൊരു പേര്. ചന്ദ്രന്റെ സഹോദരിയായ ലക്ഷ്മിയുടെ ഭർത്താവാണ് മഹാവിഷ്ണു എന്നുള്ളതുകൊണ്ട് ഇടാനാഡിക്ക് മഹാവിഷ്ണു എന്ന് പേര്. പിംഗളാനാഡി സൂര്യനുമായി ചൂടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് ശിവന്റെ പേരിൽ അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഈ നാഡികളെ ഇടാ പിംഗള എന്ന് വിളിക്കുന്നതിന് പകരം പരമശിവൻ എന്നും മഹാവിഷ്ണു എന്നും വിളിച്ചത് എന്ന് നമുക്ക് സംശയം ഉണ്ടാകും. പരോക്ഷപ്രിയ ദേവാ എന്നാണ്. ദേവന്മാര് പരോക്ഷപ്രിയന്മാരാണ്. നേരിട്ടൊരു കാര്യം പറയുന്നതിലല്ല അവര് തൽപരര്. അവര് വളഞ്ഞാണ് കാര്യം പറയുക. കവികൾ ഏതു പ്രകാരമാണോ ബിംബങ്ങൾ, ചില സത്യങ്ങളെ, വസ്തുതകളെ ദ്യോതിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്, അതേപോലെ ഋഷികളായ കവികള് ഇതേപോലത്തെ ബിംബങ്ങൾ ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇടാനാഡിയാണ് മഹാവിഷ്ണു, പിംഗളാനാഡിയാണ് പരമശിവൻ. ഇടയും പിംഗളയും കൂടി ചേരുമ്പോൾ, മഹാവിഷ്ണുവും പരമശിവനും കൂടി ചേരുമ്പോൾ, അമ്മയായ മഹാവിഷ്ണുവും അച്ഛനായ പരമശിവനും കൂടി ചേരുമ്പോൾ അകത്തോട്ടെടുക്കുന്ന ശ്വാസവും പുറത്തോട്ട് വിടുന്ന ശ്വാസവും ഒന്നാകുമ്പോൾ സുഷുമ്ന എന്ന മധ്യനാഡി തുറക്കുന്നു. സുഷുമ്നയുടെ കവാടം തുറന്ന് പ്രാണൻ മുകളിലോട്ട് ഗമിക്കുമ്പോൾ ഇഡലിത്തട്ടടുക്കി വെച്ചതുപോലെ 5 ആധാരങ്ങൾ കാണാൻ സാധിക്കും. 5 അടുക്കുകൾ കാണാൻ സാധിക്കും. ആദ്യത്തെ അടുക്ക് പൃഥ്വി തത്വം, രണ്ടാമത്തെ അടുക്ക് ജലതത്വം, മൂന്നാമത്തേത് അഗ്നി, നാലാമത്തേത് വായു, അഞ്ചാമത്തേത് ആകാശതത്വം. ഓരോ തട്ടിലും ഓരോ തത്വം, ഓരോ പഞ്ചഭൂതങ്ങളിൽ ഓരോന്ന്. ഭൂമി, വെള്ളം, തീയ്, കാറ്റ്, ആകാശം. ഈ 5ന്റെയും ചേരുവകൾ കൊണ്ടാണത്രേ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണപ്പെടുന്നതെല്ലാം ഈ 5ന്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഈ കാണുന്നതിനെയെല്ലാം നമ്മൾ പ്രപഞ്ചം എന്ന് വിളിക്കുന്നു. പ്രകർഷേണ പഞ്ചീകൃതമായത്, ഈ 5ന്റെയും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഉണ്ടായത് എന്നർത്ഥം. ആ 5ന്റെയും 5 പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നീ 5 തട്ടുകളെയും, ആ 5 തട്ടുകൾക്കും ഓരോ പേര് പറയുന്നുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി. ഈ 5ന്റെയും അപ്പനായി, നേതാവായി വാഴുന്ന ആളാരോ അവൻ അയ്യപ്പൻ. ശിവന്റെയും വിഷ്ണുവിന്റെയും സംയോഗത്തിൽ നിന്ന് ഇടാപിംഗളകൾ ചേരുമ്പോൾ അകത്തോട്ടും പുറത്തേക്കും പോകുന്ന ശ്വാസം ഒന്നാകുമ്പോൾ
സുഷുമ്ന എന്ന നാഡിയുടെ കവാടം തുറക്കുകയും പ്രാണൻ ഈ 5 ആധാരങ്ങളെയും കടന്ന് ഉത്ക്രമിക്കുകയും ചെയ്യും. 5ന്റെയും അപ്പൻ ആയിരിക്കുന്നവൻ ആരോ? അവൻ അയ്യപ്പൻ. എത്ര മനോഹരമായ ഒരു സങ്കല്പമാണെന്ന് നോക്കൂ. ഈ മനോഹരമായ സങ്കല്പം എത്ര മനോഹരമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മഹർഷിമാര് പറഞ്ഞു തന്നതും എന്ന് നോക്കൂ. വിശേഷേണ ഗ്രഹിക്കപ്പെടേണ്ടുന്ന എന്തൊക്കെയോ ചിലതുള്ളതുകൊണ്ട് ഇതിനെ വിഗ്രഹം എന്നും വിളിക്കാം. അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ അതിൽ നിന്ന് ചിലത് ഗ്രഹിക്കണം. ആ ഗ്രഹിക്കേണ്ടത് എന്താണ്? ദീർഘകാലം തപശ്ചര്യയിൽ മുഴുകുമ്പോൾ ഇടാപിങ്കളകൾ ചേരുകയും അയ്യപ്പൻ പ്രാണൻ മുകളിലോട്ട് ഉത്ക്രമിക്കുകയും 5 ആധാരങ്ങളെയും കടന്ന് ആജ്ഞാചക്രത്തിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ സുഷുമ്നാഭേദനവും 5 പഞ്ചഭൂതങ്ങളുടെ പരിധികളെ ലംഘിച്ച് മനസ്സിന്റെ പരിധിയിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുമ്പോൾ അയ്യപ്പൻ ആയി മാറാൻ സാധിക്കും. ആ അയ്യപ്പനായി മാറിക്കഴിഞ്ഞാൽ, പഞ്ചഭൂതങ്ങളെയും ജയിച്ചു കഴിഞ്ഞാൽ ജീവാത്മാവിനെയും പരമാത്മാവിനെയും യോജിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് അത് മൂക്കുപൊടി മുദ്രയല്ല, അത് ചിന്മുദ്രയാണ്. ജീവാത്മാവും പരമാത്മാവും യോജിക്കുന്നു എന്നർത്ഥം. ജീവാത്മാവും പരമാത്മാവും യോജിക്കുമ്പോൾ ആജ്ഞാചക്രത്തെയും ഭേദിച്ച് പ്രാണൻ സഹസ്രാര പത്മത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ സാധാരണ രീതിയിൽ വ്യവഹരിക്കുന്ന ഒരു മനുഷ്യന് അത്യുന്നതങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടുന്ന സമ്പ്രദായത്തെ ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ ഒരു സങ്കല്പം ആണ് അത്. അദ്ദേഹം നമുക്ക് ഉപദേശിച്ചു തരികയാണ്, ജീവാത്മാവും പരമാത്മാവും 2 അല്ല 1 ആണ്. വളരെ വിചിത്രമായ ഒരു കാര്യം, 5 വിരലുകളുള്ള ജീവികളിൽ മനുഷ്യന് മാത്രമേ അവന്റെ ചൂണ്ടുവിരലും തള്ളവിരലും കൂടി യോജിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. മറ്റു മൃഗങ്ങൾക്ക്, ചിമ്പാൻസി, കുരങ്ങുകള്, ഗൊറില്ലകള് തുടങ്ങിയ 5 വിരലുകളുള്ള 2 കാലിൽ നിൽക്കുന്ന ജീവികളിൽ മനുഷ്യന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ, മറ്റുള്ളവർക്കൊന്നും സാധിക്കുകയില്ല. അപ്പോൾ മനുഷ്യ ജന്മത്തിലൂടെ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ എന്നും അർത്ഥം. ആ മോക്ഷത്തിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? നമ്മൾ ദീർഘകാലം തപസ്സിലേർപ്പെടണം. ഇടാപിങ്കളകളിലൂടെ ഒഴുകുന്ന ശ്വാസത്തെ നിയന്ത്രിച്ച് സുഷുമ്നെ ഭേദിച്ച് സുഷുമ്നയ്ക്കകത്തൂടെ മുകളിലോട്ട് കൊണ്ടുവന്നാൽ 5ന്റെയും അപ്പനായി, മനസ്സിന്റെ നാഥനായി, ഭൂതനാഥനായി വാഴുന്ന ആ ഗുരുനാഥനെ കാണാൻ സാധിക്കും. ആ ഗുരുനാഥന്റെ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അദ്ദേഹം ഇരിക്കുന്നിടത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരും, ജീവാത്മാവും പരമാത്മാവും 2 2അല്ല 1 ആണ്. നീ ഭയപ്പെടേണ്ട. ഭയമുണ്ടാകുന്നത് 2 ഉണ്ടാകുമ്പോഴാണ്. വാസ്തവത്തിൽ ഈ കാണുന്നത് മുഴുവൻ, ഈ കാണുന്ന നീ അന്വേഷിക്കുന്നത് മുഴുവൻ വാസ്തവത്തിൽ നിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. സത്യം നീ തന്നെയാണ് എന്ന് പറഞ്ഞു തരികയാണ് ഈ വിഗ്രഹത്തിലൂടെ അയ്യപ്പസ്വാമി ചെയ്യുന്നത്. ഇതാണ് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.